നമസ്തേ, എൻ്റെ പേര് ഹരിദാസ് എന്നാണ്. ഞാനാണ് ഈ തൂവൽ ബ്രാൻഡ് ഈ ചൂലിൻ്റെ ഒരു സൃഷ്ടാവ് എന്ന് പറയാം. ഇപ്പോൾ ഇത് എൻ്റെ നാട് ശരിക്കും ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്. മലപ്പുറം ജില്ല നിലമ്പൂർ ചുങ്കത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഇവിടെ ഞാൻ പാലക്കാട് ഒരു കാറ്റൽ ഫീഡിൻ്റെ ഒരു കമ്പനിയായിട്ട് ഇവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്കിങ്ങനൊരു ഈ ഇറുക്കളി കൊണ്ട് ഇങ്ങനെ ഒരു ചൂല് ആൾട്രേഷൻ ചെയ്യാൻ തോന്നിയത്. അതൊരു ആദ്യം ഞാനത് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ആയിരുന്നു അതിൻ്റെ ഒരു ഉത്ഭവം ഉണ്ടായി. പക്ഷെ അതിലുപരി അത് ഓരോ സ്ഥലങ്ങളിലേക്കായി, ഓരോ സ്ഥലങ്ങളിൽ ഇവിടുന്ന് വിദേശത്തേക്ക് കൊണ്ടുപോയി, അതേപോലെ തന്നെ ദൂര സ്ഥലങ്ങൾ ഡൽഹി, അങ്ങനെ ഓരോ തിരുവനന്തപുരം എല്ലാ സ്ഥലങ്ങളിലേക്കും, തമിഴ്നാട് എല്ലാ സ്ഥലങ്ങളിലേക്കും ഇത് കൊറിയറായിട്ടും മറ്റു രീതികളും ആളുകൾ കൊണ്ടുപോവുകയും ഒരുപാട് പ്രോത്സാഹനങ്ങൾ ആളുകളിൽ നിന്നുള്ള ഗുഡ് അഭിപ്രായങ്ങൾ നേടുകയും അതാണ് നമ്മൾക്ക് കൂടുതൽ അതിന് ഒരു ഉത്തേജനമായിട്ട് വന്നത്. പിന്നെ അതിലുപരി ഇതിന് ആദ്യം തുടക്കമിട്ടത് നമുക്ക് ഈർക്കളി കളക്ട് ചെയ്യാൻ നമ്മൾ ആദ്യം ഒരു 6 അമ്മമാരിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ആ 6 അമ്മമാർ ഈ ഈർക്കളി നമുക്ക് അതിൻ്റെ രീതിയിൽ തന്നെ ഫിനിഷാക്കി കൊണ്ടുവരികയും പിന്നെ അത് കൂടി ഏകദേശം നമുക്ക് 7ഓളം കോളനികൾ നമുക്ക് കയറി ഇപ്പോൾ 250-ൽ കൂടുതൽ അമ്മമാർ നമുക്ക് ഈർക്കളി കളക്ട് ചെയ്ത് തരുന്നു. അപ്പോൾ ആ ഈർക്കളി നമ്മൾ വളരെ വൃത്തിയായി ഫിനിഷോട് കൂടി കൊണ്ടുവരുന്ന ഈർക്കളി നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ശരാശരി നമ്മളിപ്പോൾ ഒരു 500 ചൂല് വരെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഈ ഈർക്കളി കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ശരിക്കും നന്നായിട്ട് ഇപ്പോൾ ഈ കൊണ്ടുവരുന്നതിൽ പച്ച ഈർക്കളി ഉണ്ട്, എല്ലാം വെയിലത്തിട്ട് നന്നായിട്ട് ഉണങ്ങി അത് ടാങ്കിൽ പ്രത്യേക രീതിയിൽ അതിനെ കറ കളഞ്ഞ് വീണ്ടും ഉണക്കി അത് വാർണിഷ് ചെയ്ത് അതിൻ്റെ ഐറ്റുകൾ തരം തിരിച്ചുകൊണ്ട് ഇപ്പോൾ ഒരാൾ കൊണ്ടുവരുന്ന ഈർക്കളിൽ തന്നെ 3-4 ഐറ്റംസ് ആയിട്ട് വരും. അതിൻ്റെ നീളം കൂടുതൽ കുറഞ്ഞ്, ചില തെങ്ങിൻ്റെ പട്ടകൾക്ക് ഉണ്ടാകുന്ന വലിപ്പക്കുറവുകളോ നീളം അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ ഇതിനെ നമ്മൾ ഉണക്കി വാർണിഷ് ചെയ്ത് സ്റ്റീലിൻ്റെ റിബിറ്റ് ആണെങ്കിൽ പിടി സ്റ്റീലിൻ്റെ ആണെങ്കിൽ സ്റ്റീലിൽ നമ്മൾ ചെയ്ത് അതിൻ്റെ സെൻറ്ററിൽ വേറെ റിങ്സ് ഇട്ട് പിന്നെ GI ഫ്രണ്ട് ചെയ്ത് ഹൈഡ്രോളിക്കിൽ പ്രസ് ചെയ്തിട്ടാണ് ഈ ചൂല് നിർമ്മിക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റീലാണെങ്കിലും സ്റ്റീല് നമ്മൾ ബാക്ക് ചെയ്തിട്ട് നമ്മൾ ഹീറ്റാക്കിയിട്ട് വോയിസ് മുഖാന്തരം കയറ്റി അതിനെ ചെയ്തുകൊണ്ടാണ് നമ്മൾ വരുന്നത്. അതേപോലെ അതിന് സെൻട്രൽ റിങ്സ് ഉണ്ടാവും, റിബിറ്റ് ഹൈഡ്രോളിക്കിൽ ചെയ്തിട്ട് ഒക്കെയാണ് നമ്മളത് തയ്യാർ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ലൈഫ് അതിന് കൂടും, ഉറപ്പ് തന്നെയാണ്. ഇപ്പോൾ ഈ കൊണ്ടുപോയ ആളുകൾ ആരും നമ്മളോട് ഒരു മോശമായൊരു കമൻറ്റ് പറഞ്ഞിട്ടില്ല, അങ്ങനെ മോശമായൊരു കമൻറ്റുകൾ ആരും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ കൊണ്ടുപോയ ആളുകൾ തന്നെ നമുക്ക് വീണ്ടും ഓരോ സ്ഥലങ്ങളിലേക്കും അവരുടെ കുടുംബത്തിലേക്കും മിനിമം ആണെന്ന് പറഞ്ഞുകൊണ്ട് ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രവുമല്ല, ഇപ്പോൾ ഈ അമ്മമാരെ എനിക്ക് ഈ 250 അമ്മമാരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സഹായമല്ല, അവരുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ് ഞാൻ കൊടുക്കുന്നത്. എങ്കിലും എനിക്ക് അവരെ തിരഞ്ഞിപ്പോൾ 60 വയസ്സ് മുതൽ 80 വയസ്സ് 85 വയസ്സായ അമ്മമാരെ എനിക്ക് ഇതിലേക്ക് സഹായിക്കാൻ അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ മാർഗം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മാത്രം പോരാ, ഈ ഉൽപ്പന്നങ്ങൾ ഇപ്പം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചൂല് ഇത് കൂടുതൽ ആളുകൾ ഇപ്പോൾ വനിതകളോ അല്ലെങ്കിൽ മറ്റ് ആർക്കെങ്കിലും ആവാം, അവർക്ക് നേരെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കതിന് ഒരു നല്ല ലാഭവീതം കിട്ടുന്ന രീതിയിൽ ഒരു തൊഴിൽ മാർഗം കൂടി ഞാനിതുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഒരു തൊഴിലുമില്ലാതെ എന്ത് ചെയ്യണം എന്നുള്ള ആശങ്കയിൽ നിൽക്കുന്ന ഒരു അവസരത്തിൽ അവരെ കൊണ്ട് കഴിയുമെങ്കിൽ അവർക്കതിനൊരു താല്പര്യമുണ്ടെങ്കിൽ നേരെ കമ്പനിയായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്കതിനൊരു ഹോൾസെയിൽ റേറ്റിൽ നമുക്കത് കൊടുക്കാൻ തയ്യാറാണ്. അവർക്കത് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഇനിയിപ്പോൾ 256 അമ്മമാരെ കോളനി നമുക്ക് ഈർക്കളി എടുക്കുന്നവരുണ്ടെങ്കിൽ ഒരു 500 ആക്കാൻ കഴിഞ്ഞാൽ ഈ വയസ്സായ ആളുകൾക്കൊരു ചെറിയൊരു സഹായമായിട്ടത് മുന്നോട്ട് വരും. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു വലിയ ലാഭം ഞാൻ കാണുന്നത് അങ്ങനെ തന്നെയാണ്. ഞാൻ ആഗ്രഹിക്കണോ അത് തന്നെയാണ്. അവർക്കിപ്പോൾ
ഈ ആർക്കും വേണ്ടാത്ത ഒരു കാലഘട്ടം വരുന്ന സമയത്ത് ഒരു തൊഴിലും ചെയ്യാനില്ല, അവരൊക്കെ നല്ല നല്ല കൃഷി മേഖലകളിലൊക്കെ പാടത്തും ഓരോ തരത്തിലുള്ള പണികളും ഒക്കെ എടുത്തുകൊണ്ട് നടന്ന ആളുകളാണ്. ഇപ്പം അവർക്ക് ഈ 60 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ ആരും പണിക്ക് വിളിക്കില്ല. തന്നെയല്ല അവർക്ക് ആ പഴയ ഊർജ്ജം നിലനിൽക്കാത്തതുകൊണ്ട് അവർക്ക് വീട്ടിൽ തന്നെ ചടഞ്ഞു കൂടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ആശങ്കയിൽ നിൽക്കണവർ. അപ്പോൾ അവർ ഇപ്പോൾ കുറേ ആളുകൾക്ക് ഒരു വലിയൊരു കാര്യമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ എനിക്കിത് നിലനിർത്തി മുന്നോട്ട് പോകണമെങ്കിൽ, ഇത് ഇനിയും കുറച്ച് ആളുകളെ കൂട്ടി ഉൾപ്പെടുത്തിക്കൊണ്ട് എനിക്കിത് മുന്നോട്ട് പോകണമെങ്കിൽ എന്തായാലും നിങ്ങളുടെയൊക്കെ ഒരു സഹായ സഹകരണം ആവശ്യം. കാരണം നിങ്ങൾ ഈ ഉൽപ്പന്നം വാങ്ങുകയോ അല്ലെങ്കിൽ നിങ്ങളൊരു വിപണന രീതികളിൽ കണ്ടെത്തുകയോ അങ്ങനെ ഒരു നിങ്ങൾക്ക് തന്നെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ എടുത്തുകൊണ്ട് ഹോൾസെയിലായിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു ലാഭവീതം മാത്രമല്ല, ഒരു തൊഴിൽ മേഖല മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കുന്ന രീതി, കുറച്ച് വയസ്സായ ആളുകളുടെ ഒരു ഇതാണ്, അവരൊന്ന് സഹായിക്കുന്ന രീതിയിൽ കൂടി നിങ്ങൾ ഇതിലൂടെ വരികയാണ്. നിങ്ങളിപ്പോൾ 100 ചൂലെടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ലാഭവീതം, നിങ്ങളുടെ ലാഭവീതം മാത്രമല്ല അത്, ആ 100 ചൂലിലൂടെ വീണ്ടും 100 അമ്മമാർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അതിനെല്ലാവരും ഇത് കഴിഞ്ഞ ആളുകൾ ഇതിലേക്ക് വരികയും ഇത് ഒരു തൊഴിൽ മാർഗമാക്കി സ്ത്രീകൾക്കും മറ്റ് ആളുകൾക്ക് ഹോൾസെയിലായിട്ട് നമ്മൾ ആർക്കും, പുരുഷന്മാർ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ആർക്ക് വേണമെങ്കിലും ഈ രീതിയിൽ ഇത് വന്ന് കാണുകയോ, ഇത് ക്വാളിറ്റി ഉള്ളതാണോ, ഇത് ക്വാളിറ്റി ഉറപ്പ് വരുത്താൻ, അതോ ഇത് മറ്റ് മോശമായ രീതിയിൽ അവർ ഞങ്ങൾ കൊടുക്കുന്ന കാശിന് ഇതില്ലേ എന്നുള്ളത് നേരിട്ട് കണ്ടത് ഉറപ്പ് വരുത്തിയതിന് ശേഷം, ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ഇതൊരു തൊഴിൽ മാർഗമാക്കി സ്വീകരിക്കാൻ കഴിയുന്നവർക്ക് നമ്മൾ ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ മേഖലയിൽ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് 2-3 കാര്യങ്ങളാണ്. നമ്മളെ ലാഭവീതം മാത്രമല്ല, ലാഭവീതം എന്തായാലും ഇവർക്ക് ഒരു ലാഭവീതം നമുക്ക് ഹോൾസെയിലായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ കുറേ വയസ്സായ അമ്മമാരെ ഇതിലൂടെ സഹായിക്കാൻ നമുക്ക് കഴിയണം. അതിന് എൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെയും കാൽവെപ്പ് ആവശ്യമാണ്. നിങ്ങളും ഇതിനോട് കൂടി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു പുൽച്ചൂല് വാങ്ങി നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ പുൽച്ചൂല് വരുന്നുണ്ട്. ആ പുല്ലെടുത്ത് നോക്കിയാൽ 50 ഗ്രാം തികയില്ല. ഈ 50 ഗ്രാം പുല്ല് വെച്ചിട്ട് ഒരു ലോക്കൽ പ്ലാസ്റ്റിക്കിൽ അതിനെ ബന്ധിപ്പിച്ചിട്ട് ടൈറ്റാക്കി അത് അടിക്കുന്നു. അതിൻ്റെ പുറം കവറൊക്കെ നല്ല രീതിയിൽ കൗതുകം ഉണർത്തുന്ന രീതിയിലാണ്. അതിപ്പോൾ നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ ആ കവർ തന്നെ അടിപൊളി. ആ കവർ പൊട്ടിച്ച് ഊരി കഴിയുമ്പോൾ നിങ്ങളൊരു 4 ദിവസം നിങ്ങളത് അടിച്ചു കഴിയുമ്പോൾ, മഴക്കാലമാണെങ്കിലും അത് ജീർണിച്ചിട്ട് പെട്ടെന്ന് പോകും, വേനൽക്കാലമാണെങ്കിലും അത് പൊടിഞ്ഞ് അത് പോകും. അതിനെ അടിച്ചു മാറ്റാൻ മറ്റൊരു ജോലി കൊണ്ടുവരും. അപ്പോൾ ഇത് ശരിക്കും ഈർക്കിളിയാണ്. ഈ ഈർക്കിളി ശരിക്കും എനിക്ക് തോന്നുന്നു നല്ലൊരു ഫ്ലാറ്റോ കാര്യങ്ങളോ നല്ല ടൈലോ ഗ്രാനൈറ്റിലോ മാർബിളോ ഒക്കെ അടിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എന്തായാലും 2-3 വർഷം ഇത് നിൽക്കും എന്നുള്ളതിന് അത് നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ, കയ്യിലെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് അറിയാൻ പറ്റും. ഞാനൊരു ബിസിനസ്മാനാണ്, ഞാൻ പറയുന്നത് കേൾക്കേണ്ട. നിങ്ങളത് കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ പറ്റും. ഇതിന് ഉറപ്പുണ്ടോ, ഇതിൻ്റെ പിടി ഊരി വരുന്നതാണോ അല്ലെങ്കിൽ മറ്റു തരത്തിലാണോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ചൂലിൻ്റെ അറ്റഭാഗം, അഗ്രഭാഗം പരന്നാണ് ഇരിക്കുന്നത്, മയിൽപ്പീലി പോലെ പരന്നായിരിക്കാം. ഈ പരന്നിരിക്കുമ്പോൾ നമുക്ക് അത് പരത്താനോ രണ്ടാമത് കെട്ടാനോ കൈകൊണ്ട് കുത്താനോ ഇതൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അടിക്കുക, അതൊന്ന് പൊടി കെട്ടി അവിടെ കൊണ്ടുവയ്ക്കേണ്ട കാര്യങ്ങളുള്ളൂ. മറ്റു ചൂലുകൾ അങ്ങനെയല്ല. മറ്റു ചൂലുകൾ എന്ന് പറയുമ്പോൾ അത് പൊടിയാൻ തുടങ്ങിയ പിന്നെ എടുത്ത് വലിച്ചെറിയല്ല മാർഗമല്ല. അത് ശരിക്കും നല്ല ഹീറ്റ് സമയം, ടെമ്പർ കൂടിയ വെയിൽ കൂടിയ സമയമാണെങ്കിൽ അത് തന്നെ പൊടിഞ്ഞിട്ട് പോകും. മഴക്കാലാണെങ്കിൽ അതിൽ ഈർപ്പം പിടിച്ചാലും പോകും. 3 മാസത്തിൽ കൂടുതൽ ഒരു പുൽച്ചൂല് നിങ്ങളെ വീട്ടിൽ നിൽക്കുന്നുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. ഇത് നിങ്ങൾ കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും എത്ര കാലം ഇത് നിൽക്കുമെന്നും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. നിങ്ങൾക്കിത് നേരിട്ട് കണ്ട് നിങ്ങളെ കയ്യിൽ ഇത് എത്തുമ്പോൾ ഇത് ലൈഫ് കൂടുതലുണ്ടോ, ഇതിന് ദൃഢതയുണ്ടോ, ഇതിന് മയമുണ്ടോ, അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ടൈലിൽ നമ്മൾ അടിക്കുമ്പോൾ ഇതിന് പൊടികളൊക്കെ നീക്കാൻ കഴിയുമോ, അത് എങ്ങനെയാണ് ഈർക്കളിച്ചൂല് കൊണ്ട് നമ്മൾ ഈ പൊടി അടിക്കുന്നു പറയുന്നത്, ടൈലിൽ എങ്ങനെ അടിക്കാൻ പറ്റും, അതേപോലെ ടൈലിന് വര വീഴുമോ, ഗ്രാനൈറ്റിന് വര വീഴുമോ, റഫാവുമല്ലോ, അതൊക്കെ വെറുതെ. ഇതിൻ്റെ അറ്റം നമ്മൾ അത്രയും സോഫ്റ്റ് ആയിട്ടാണ് നിർമ്മിക്കണം.
ടൈലടിക്കുന്നത് വീടിൻ്റെ ഉള്ളിലേക്ക് അടിക്കുന്നത് നമ്മൾ നീളം കൂടിയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം ഉള്ള ചൂലുകളാണ്. പുറത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് കല്ലിലും അതേപോലെ തന്നെ നമ്മൾ സിമെൻറ്റിലൊക്കെ ഇലകളും ചെറിയ മണൽത്തരിതൊക്കെ അടിച്ച് നീക്കാൻ പറ്റുന്നത് പുറത്തുള്ളത് നമ്മൾ കുറച്ച് റഫായിട്ടുള്ള ചൂലുകളാണ്. അതിൻ്റെ വീണ്ടും അതിൻ്റെ ചെറിയ ഐറ്റംസ് ഉണ്ട്. പിന്നെ നാലാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പെയിൻറ്റിങ്ങുകാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ബ്രഷ് മോഡൽ, അതിപ്പോൾ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അവരൊക്കെയാണ് ഉപയോഗിക്കുന്നത്. 6 ഐറ്റം ചൂലുണ്ട്. അത് സ്റ്റീലിലും 6 ഐറ്റം വരുന്നുണ്ട്. ഫസ്റ്റ് നമ്പർ 1 കൂടിയത് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ അടിക്കാവുന്നത്, പുറത്തടിക്കാവുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് അങ്ങനെ 6 ഐറ്റം. അതേപോലെ തന്നെ PVC-യിലും ചെയ്തു. ഇപ്പോൾ PVC അല്ല ഫൈബറാണെന്ന് എഴുതിയിട്ട് കൊണ്ട് നമ്മൾ പറയും ഫൈബറാണ് അത് പൊട്ടിപ്പോവുക, അങ്ങനെ ഒരിക്കലും ഇല്ല. അത് കുറച്ച് വെയിറ്റ് കുറവുണ്ടാവും, കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഒരിക്കലും അത് ഊരിപ്പോരുവോ പൊട്ടിപ്പോവോ ഒന്നും ചെയ്യില്ല. ആ ചൂലിൻ്റെ ലൈഫ് തേഞ്ഞു കഴിഞ്ഞാലും ആ പിടി അവിടെ ബാക്കിയുണ്ടാവും. അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ചിലവ് കുറഞ്ഞൊരു പ്ലാസ്റ്റിക് കൊണ്ടോ അല്ലെങ്കിൽ കനം കുറഞ്ഞ നോർമൽ ചെയ്തുകൊണ്ടോ അതിന് നടുക്ക് വടി വെച്ചുകൊണ്ടോ ഒന്നും ഇവിടെ ചൂല് നിർമ്മിക്കണില്ല. നേരിട്ട് വന്ന് അത് കണ്ട് മനസ്സിലാക്കുക. അതിനെ എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങൾ ഈ മൂല്യം ഇതിന് നല്ലതാണോ എന്ന് ഉറപ്പുവരുത്തുക. എന്നതിന് ശേഷം മാത്രം ഇതിൽ ചെയ്യുക. ഇത് ഉറപ്പുള്ളത് കൊണ്ടുമാണ് ഇത് കടക്കാരിലേക്ക് കച്ചവടക്കാരിൽ വരുന്നു. ഇപ്പം തൃശ്ശൂർ, കൂത്താട്ടുകുളം, അതേമാതിരി കോട്ടയം, തിരുവഞ്ചിയൂര്, അതേപോലെ എറണാകുളം, എല്ലാ സ്ഥലങ്ങളിലും എത്തി തുടങ്ങി സംഭവം എത്തി. അപ്പം ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകണ്ട്. അപ്പം ഇതിലും പോരാ, ഇത് കൂടുതൽ ഇതായിട്ട് വരണം. കാരണം നമ്മൾ അന്യനാട്ടിൽ നിന്ന് അല്ല അന്യ സംസ്ഥാനങ്ങൾ നമ്മൾ ഈ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ, അതായത് ഇപ്പോൾ ഈർക്കിളി ഇപ്പോൾ ഇവിടെ കളക്ട് ചെയ്യും. ഞാൻ ഈ അമ്മമാരെ നിന്ന് മാത്രമാണ് ഈർക്കിളി വാങ്ങിക്കാറ്. വേറെ ഈർക്കിളി ഞങ്ങൾ സ്വീകരിക്കില്ല, ആരായിട്ടും എടുക്കൂല. ഇവർ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ ഇവരിൽ തന്നെ ഇതിങ്ങനെ മുന്നോട്ട് പോവാ നമ്മളെ നാട്ടിൽ. അപ്പോൾ ഇത് നിങ്ങൾ നേരിൽ കണ്ടിട്ട് ഈ കമ്പനിയിൽ വരിക, അല്ലെങ്കിൽ നിങ്ങൾ വരാൻ പറ്റാത്തതാണെങ്കിൽ കൊറിയർ മാർഗം നിങ്ങൾക്ക് സ്വീകരിക്കാം, ഞങ്ങൾ അയച്ചു തരാം. എന്നിട്ട് ഇത് ക്വാളിറ്റി ഉള്ളതാണോ എന്ന്, ഞാൻ പറഞ്ഞ വാക്കുകൾ സത്യമാണോ എന്ന് നിങ്ങൾ നേരിൽ കണ്ട് ഉറപ്പ് വരുത്തുക. പുതിയതായിട്ട് ഇപ്പം പലരും ആശങ്കയിലുണ്ടാവും, ഇതെങ്ങനെ ഞങ്ങളുടെ കൈകളിലേക്ക് എത്തും. ചിലർ ചോദിക്കുന്ന ആൾ നിങ്ങളെ വണ്ടി വരുന്നുണ്ടോ, ഞങ്ങൾക്കൊരു 100 പീസ് ഇറക്കി തരുമോ, അല്ലെങ്കിൽ പലരും ചോദിക്കുന്നൊരു ചോദ്യം. പക്ഷെ അതിലും കുറച്ചിട്ട് ഇപ്പം കൊറിയർ നമ്മൾക്ക് കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് 100 പീസോ 200 പീസോ നമുക്ക് പലരും ആഗ്രഹിക്കുന്നുണ്ട് 200 പീസോ 100 പീസോ അത് കിട്ടാൻ. നിങ്ങൾ കൊറിയർ മാർഗം നമ്മൾ അയച്ചു തരും. നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയാണ് ആവശ്യമെന്ന് പറഞ്ഞാൽ നമ്മൾ അയച്ചു തരും. നിങ്ങൾക്ക് ഇതിലൂടെ ഒരു തൊഴിൽ മാർഗം കണ്ടെത്താൻ കഴിയും. അത് നിങ്ങൾ നേരിട്ട് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക, ഈ ചൂലിനെ കുറിച്ച് പഠിക്കുക. ഈ ചൂല് എന്താണ്, ഈ ചൂലിന് ഉറപ്പുണ്ടോ, കാര്യങ്ങളുണ്ടോ, അതിൻ്റെ ക്വാളിറ്റികൾ എങ്ങനെയാണ്, എത്ര എണ്ണമാണ്, എത്രയാണ് കാര്യങ്ങൾ, ഇതിൻ്റെ റേറ്റ് എത്രയാണ് കമ്പനി വിലയ്ക്ക് തരുന്നത്, നിങ്ങൾക്ക് വിറ്റാൽ ഇതിൽ നിന്ന് എത്ര കിട്ടും, അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ റീറ്റെയിൽ വിലയ്ക്ക് എത്രയാണ് വിൽക്കപ്പെടുന്നത്, ഇതെല്ലാം നിങ്ങൾ ഓരോ കാര്യങ്ങളും പഠിച്ചിരിക്കണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു തൊഴിൽ മാർഗം ഇതിൽ നിന്നുണ്ടാക്കാൻ പറ്റും. അതിന് യാതൊരു സംശയവുമില്ല. അത് കഴിയും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പു തരുന്നു. ഈ ഒരു ബ്രാൻഡിന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതിനെന്താണ് പേര് എന്നുള്ളത്. നമ്മളുടെ ബഹുമാനപ്പെട്ട സിനിമാ നടൻ മഹേഷ് സാറ് ഇതിനൊരു വീഡിയോ ചെയ്തിരുന്നു. ആള് നേരിട്ട് വന്നിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയൊരു പേര് നിർണയിച്ച പേര് തൂവൽ ബ്രാൻഡ് എന്നാണ്, തൂവൽ ബ്രൂം എന്നാണ്. അപ്പോൾ ഈ തൂവൽ ബ്രാൻഡ് എന്നാണ് ഞങ്ങൾ അതിന് നാമകരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു ചെറിയ പരിപാടിയോട് സഹകരിക്കുക. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാം. നേരിട്ട് ഹോൾസെയിലോ റീറ്റെയിലോ ആണെങ്കിൽ അത് പ്രത്യേകം പറയുക. ഹോൾസെയിലാണെങ്കിൽ നേരിട്ട് അടുത്തെങ്ങാനും കഴിഞ്ഞ ആളുകളാണെങ്കിൽ നേരിട്ട് വന്നിട്ട് കണ്ട് നമുക്ക് സംസാരിച്ചിട്ട് അതിനെക്കുറിച്ച് ഡീൽ ചെയ്യാം. അങ്ങനെ ഒരു തൊഴിലവസരം ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ, അതേപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ ഇങ്ങനെയാണ്. കുറേ അമ്മമാരുടെ ഒരു സംരംഭമാണത്. ഞാനതിൻ്റെ ഒരു നിമിത്തം മാത്രമാണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾക്ക് കുറേ ആളുകളെ സഹായിക്കാനുള്ള ഒരു രീതി, അത് നിങ്ങൾക്കും കഴിയും. നിങ്ങൾക്കൊരു ചൂല് ഇവിടുന്ന് കമ്പനിയിൽ നിന്ന് വാങ്ങുമ്പോൾ
ഏകദേശം അവർക്കതിൻ്റെ ഒരു പിന്നെ ചിലവ് എന്തായാലും അതിൻ്റെ ഒരു കൂലി കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരു തൊഴിൽ മാർഗമാവട്ടെ. അതുകൊണ്ട് കഴിയുന്ന ആളുകൾക്ക് അത്ര നമുക്ക് ലോകം മുഴുവനും ചൂല് കൊടുക്കാൻ കഴിയില്ല. നമുക്ക് ഈ മൊത്തം ലോകത്തെല്ലാം കൂടി ഈ ഒരു കമ്പനിക്ക് ചൂല് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ നമുക്കിത് വളർത്തി കൊണ്ടുവരാൻ കഴിയും, അതിൽ യാതൊരു സംശയവുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.